എല്ലാവർക്കും യുഎയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ഒരു റീല് കണ്ടിട്ട് നമ്മളിതിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന നാസ്തികനും സ്വതന്ത്ര ചിന്താ പ്രചാരകനുമായിട്ടുള്ള മൈത്രേയൻ, അദ്ദേഹം എങ്ങനെയാണ് നിരീശ്വരവാദി ആയത് എന്ന് പറയുന്നൊരു വീഡിയോ, അതാണ് നമ്മളിന്ന് റിപ്ലൈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ യുക്തിവാദം എന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച്, അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് അടുത്ത ആഴ്ച പറയണമെന്ന് പറഞ്ഞു. അന്ന് ആലോചിച്ച് തുടങ്ങിയതാണ്. ഞാനിങ്ങനെ കണ്ടുപിടിച്ച് ഈ ചൊവ്വ നേരെ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഞാൻ ആദ്യം കണ്ടുപിടിച്ചത്. ലോകം ചൊവ്വ നേരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കിയതിൽ നിന്നുണ്ടാക്കുന്ന ഒരുത്തനെ കണ്ടുപിടിച്ചപ്പോൾ വിവരമില്ലാത്ത ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് അന്ന് എനിക്ക് കൊതുകായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ കൊതുവിനെ എന്തിനുണ്ടാക്കിയെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു രക്ഷയിലായി. അപ്പോൾ വിവരമില്ല എന്നുള്ളതും ബോധ്യമായി. എന്നാൽ ഇവരെല്ലാവരും പറയുന്നത് ദൈവം സർവജ്ഞനാണ്. അതിന് ഒരു തെളിവും ഈ ഭൂമിയിലില്ല. സർവജ്ഞനായ ദൈവം ഇതുണ്ടാക്കിയെന്നുണ്ടെങ്കിൽ എന്നെ ഉണ്ടാക്കുമോ? വെറുതെ ആലോചിച്ചോ, ഉണ്ടാക്കത്തേ ഇല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കുറച്ച് പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ആദ്യമായിട്ട് നിരീശ്വരവാദത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ യുക്തിവാദത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. ഇവിടെ യുക്തിവാദം എന്ന് പറയുന്നത് നിരീശ്വരവാദമാണ്. ശരിക്കും യുക്തിവാദം എന്ന് പറയുമ്പോൾ അത് നിരീശ്വരവാദം പറയാൻ പാടില്ല, കാരണം യുക്തിയിലെ വാദമാണ് നിരീശ്വരവാദം. എന്നാലും പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഡിസൈനിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊരു പെർഫെക്റ്റ് ഡിസൈനാണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതേപോലെ അദ്ദേഹത്തെ വല്ലാണ്ട് അലട്ടിയ ഒരു കാര്യമാണ്, എന്തിനാണ് ദൈവം കൊതുകിനെ സൃഷ്ടിച്ചു എന്നുള്ള കാര്യം. കൊതുകിനെ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചു? അപ്പം അത് വല്ലാണ്ട് പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ്. ശരിയാണ്, കൊതുക് കടിക്കുമ്പോൾ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ കൊതുകിനെ എന്ത് സൃഷ്ടിച്ചു, കൊതുകിൻ്റെ ഒരു പർപ്പസ് എന്താണെന്നുള്ളൊരു കാര്യം അദ്ദേഹത്തെ വലിയൊരു ഡൗട്ടായിരുന്നു. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, അദ്ദേഹത്തിന് എന്തിനു സൃഷ്ടിച്ചു എന്നുള്ളത്. കൊതുകിനെ പോട്ടെ, കൊതുകിനെ മാറ്റി വെച്ചാൽ എന്തിനാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചത്? അപ്പം അദ്ദേഹത്തെ സൃഷ്ടിക്കുന്നതോടുകൂടി ദൈവത്തിന് ഒരു ഓൾ നോവിങ് അല്ല, ദൈവത്തിന് എല്ലാ സർവജ്ഞാനിയല്ല, എല്ലാം അറിയുന്നവനല്ല എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഇത്ര പോയിന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. നമ്മൾ നേരെ ഓരോന്നായിട്ടൊന്ന് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കൊതുകിൻ്റെ വിഷയം തന്നെ എടുക്കാം. ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ ചോദ്യം വരാനുള്ള, ഇങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, പേഴ്സണൽ തോന്നുന്നത്, ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൊതുക് എന്ന് പറയുന്ന ജീവി അത് ഒരു പർപ്പസും ഇല്ലാത്ത, ഒരു ഗുണമില്ലാത്ത, ഒരു കാര്യമില്ലാത്ത, എക്കോസിസ്റ്റത്തിൽ നിന്ന് ഒരു ഉപയോഗമില്ലാത്ത ജീവിയാണെന്നൊരു ആ ഒരു രീതി ആയിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം ആലോചിക്കുന്നുണ്ടാകാം, മനുഷ്യന് കൊതുക് കടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ഉപദ്രവകാരിയായിട്ടുള്ള ജീവിയാണല്ലോ, അതുകൊണ്ട് ഒരു ഉപയോഗമല്ല, ഉപദ്രവം മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് എന്തിനാണ് കൊതുക് എന്നുള്ള ചോദ്യം അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തായിരിക്കാം. അദ്ദേഹത്തിൻ്റെ അഹങ്കാരം എന്ന് പറയുന്നില്ല, മൊത്തത്തിൽ ഒരു അഹങ്കാരം എന്ന രീതിയിലായിരിക്കാം. നമ്മളെന്തോ വലിയ ജീവിയാണ്, കൊതുക് എന്തോ നിസ്സാരമായ ജീവിയാണ്, അപ്പോൾ കൊതുകിനെ ദൈവം സൃഷ്ടിക്കുന്നത് എന്തിനാണ്? എന്നൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു ഓക്കെ എന്ന് പറയാം. പക്ഷേ ഈ കൊതുകിനെ സൃഷ്ടിക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു അഹങ്കാരത്തിൻ്റെ രീതി ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് കൊതുക് എന്ന് പറയുന്ന ജീവനെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഗൂഗിളൊന്ന് അടിച്ച് നോക്കാം. ഗൂഗിളിൽ നോക്കി ഇങ്ങനെ എന്താ കാണാൻ സാധിക്കാം നോക്കാം. അപ്പം മോസ്കിറ്റോസ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും, ക്രൂഷ്യൽ ടു എക്കോസിസ്റ്റംസ്. ഞാൻ ജസ്റ്റ് ഗൂഗിൾ അടിച്ചപ്പോൾ കിട്ടിയ ഒരു ഓവർവ്യൂ ആണത്. അപ്പോൾ അതിൽ പറയുന്നത് എക്കോസിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ക്രൂഷ്യൽ ആയിട്ടുള്ള ജീവിയാണ് കൊതുക് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു പല ജീവജാലങ്ങളുടെയും ഫുഡ് സോഴ്സാണ്, ഫുഡാണ്. തവളകൾ ഭക്ഷിക്കുന്ന കൊതുകിനെ പോലെയുള്ള ജീവികളാണ് തവള ഭക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ ഗപ്പിനെയൊക്കെ വളർത്തി ശീലിച്ചിട്ടുണ്ട്, നമുക്ക് പരിചയം ഉണ്ടാവും. ഗപ്പി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തീറ്റ കൊടുക്കാറ് പലപ്പോഴും ഈ കൊതുകിൻ്റെ ലാർവകളാണ്, കൊതുകിൻ്റെ കൂത്താടികളെയാണ് നമ്മൾ പിടിച്ച് കൊണ്ടുപോയിട്ട് ഭക്ഷണമായി കൊടുക്കാറുള്ളത്. കാരണം മീനുകളുടെ ഭക്ഷണമായിട്ട് കൊതുക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ജീവികളുടെയും ഭക്ഷണം എന്ന രീതിയിൽ കൊതുകിന് ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കാനുണ്ട് എക്കോസിസ്റ്റത്തിൽ. അതേപോലെ തന്നെ ഈ കൊതുകിൻ്റെ മറ്റൊരു ഗുണമാണ് ഈ പോളിനേഷൻ സഹായിക്കുക എന്നുള്ളത്, അതായത് പരാഗണത്തെ സഹായിക്കുക എന്നുള്ളത്. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പരാഗണം നടത്താൻ വേണ്ടിയിട്ട് വലിയ തോതിലല്ലെങ്കിലും ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് സഹായിക്കുന്നത് കൊതുകാണ്, പോളിനേഷൻ സഹായിക്കുന്നത് കൊതുകാണ്. ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് കേൾക്കുമ്പോൾ തോന്നും അതൊരു മോശമാണെന്ന് തോന്നും, അല്ലെങ്കിൽ അത് ഒരു ഉപദ്രവമാണെന്ന് തോന്നുന്ന സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്. അങ്ങനെ കൊതുക് കടിക്കുമ്പോൾ ഒരു ഉപദ്രവമാണല്ലോ എന്നുള്ളതാണ്. ശരിക്ക് കൊതുക് എന്ന് പറയുന്ന ജീവി ലോകത്തിലെ പോപ്പുലേഷൻ കൺട്രോളിന് ഏറ്റവും സഹായിക്കുന്നൊരു ജീവിയാണ്. അത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ കേൾക്കുമ്പോൾ തോന്നും പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു ഉപദ്രവമല്ല.
നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, നമ്മളെപ്പോലെ പല മറ്റു ജീവികളുമുണ്ട്. അപ്പോൾ ഈ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്നതിന് വളരെ സഹായിക്കുന്ന ജീവിയാണ് കൊതുക്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓസ്ട്രേലിയയിൽ മൊയിലുകളുടെ എണ്ണം 1000 കോടിയോളം കവിഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അതായത് അതിന് കാരണം മനുഷ്യന്മാർ മൊയിലുകളെ കൊണ്ടുവന്നു, അവരെ ഫ്രീ ആയിട്ട് വിട്ട സമയത്ത് പ്രൊഡക്റ്റേഴ്സായിട്ട് വേറെ ജീവികൾ ഉണ്ടായിരുന്നില്ല. പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്റ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവർ ഫ്രീ ആയിട്ട് ഒരു മാക്സിമം നല്ല ഒരു പുല്ലും പച്ചപ്പുല്ലും എല്ലാം കഴിച്ച് പെട്ടെന്ന് തന്നെ ഈ റാബിറ്റ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ 1000 കോടിയോളം റാബിറ്റ്സ് ഓസ്ട്രേലിയയിൽ മാത്രം വന്ന സമയമായി. ആ സമയത്ത് ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് ഗവൺമെൻറ് ചെയ്തൊരു കാര്യം, ഇവരെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില വൈറസുകളെ കടത്തിവിടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വൈറസുകളെ കടത്തിവിട്ട സമയത്ത് പെട്ടെന്ന് ഇതിന് ഗ്രോത്ത് കുറക്കാൻ സഹായിച്ചില്ല തുടക്കത്തിൽ. അതിന് കാരണം റാബിറ്റ്സിലേക്ക് പെട്ടെന്ന് പടർന്ന് പോകണമല്ലോ. പക്ഷേ ഒരു ഡിസംബർ മാസത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു മഴയും അതിനെ തുടർന്നുണ്ടായ കൊതുകുകളുടെ എണ്ണത്തിൻ്റെ വർധനവും കാരണം പെട്ടെന്ന് തന്നെ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ റാബിറ്റ്സിൻ്റെ എണ്ണത്തിലേക്ക് കുറവുണ്ടായി, അല്ലെങ്കിൽ ഈ വൈറസ് പരന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരുടെയും പോപ്പുലേഷൻ്റെ പകുതിയോളം ആളുകൾ കൊല്ലപ്പെട്ടത് മലേറിയ കാരണമാണെന്ന് ചില ഹിസ്റ്റോറിയൻസൊക്കെ രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അദ്ദേഹം 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഡൗട്ട് വന്നത് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ 9ാം ക്ലാസ്സിലേക്കൊന്നും പോകണ്ട, ഇപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ 9ാം ക്ലാസ്സിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളൊരു പുസ്തകം പരിചയപ്പെടുത്തി തരാം. ഇത് നിരീശ്വരവാദികളായ ആൾക്കാർ കണ്ട പുസ്തകമാണോ എന്ന് എനിക്ക് വലിയ പരിചയമില്ല, എന്നാൽ ഒരു പുസ്തകം കാണിച്ചു തരാം. ആ പുസ്തകത്തിൻ്റെ പേര് അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 സ്റ്റാൻഡേർഡ് 5, കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ള പുസ്തകമാണ്. 2024 എഡിഷനാണ് കേട്ടോ. അത് മുമ്പത്തെ എഡിഷനല്ല, 2024 എഡിഷനാണ്. ഇതിനകത്ത് സെക്കൻഡ് ചാപ്റ്ററായിട്ട് കൊടുത്തിട്ടുള്ളത് വ്യാധികൾ പടരാതിരിക്കാൻ, അതായത് രോഗം പടരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചാപ്റ്ററാണ്. അതിനകത്ത് തന്നെ അടുത്തൊരു പേജിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ചിത്രം 2.3 എന്ന് പറഞ്ഞിട്ട്, രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ, വെക്ടേഴ്സ്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽപ്പെടും. ഇത് 5ാം ക്ലാസ്സിലെ പുസ്തകം. ഈ കൊതുക് എന്ന് പറയുന്ന ജീവി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ചെയ്യുന്നുണ്ട്, അതൊരു ക്രൂഷ്യലായിട്ടുള്ള ഒന്നാണ്. പക്ഷേ ആ കൊതുകിൻ്റെ ഒരു കാര്യം, ഒരു ജോലി എന്താണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത് രോഗാണുവാഹകരെ വെക്ടേഴ്സായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ വെക്ടേഴ്സായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് തന്നെ കൊതുക് അടിക്കുമ്പോൾ ഒരു ചൊറിച്ചിലും വേദനയൊക്കെ ഉണ്ടാവുമെങ്കിലും ഓൾ ഓവർ അതിനെ കൊണ്ട് ഉപയോഗം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കൊതുക് കടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, എല്ലാ കൊതുകും കടിക്കൂല കേട്ടോ, ചില പെൺകൊതുകുകൾ മാത്രമേ ഉള്ളൂ, ആൺകൊതുകുകൾ കടിക്കുന്നില്ല. ആണുങ്ങൾ പാവങ്ങളാണ്, ഒന്നും വിചാരിക്കരുത്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എക്കോസിസ്റ്റത്തിൽ കൊതുകിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറച്ച് എടുത്ത് പറഞ്ഞത്. നേരെ മറിച്ച് നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ, നമ്മൾ 2 രീതി ചിന്തിക്കണമല്ലോ, വേറെ രീതി ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കഥ പറഞ്ഞുതരാം, അപ്പോൾ അതിലൂടെ മനസ്സിലാവും. ഇസ്ലാമിക ഭരണാധികാരിയായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം വലിയൊരു ഭരണാധികാരിയായിരുന്നു, ഒരുപാട് നാട് ഭരിച്ചിരുന്ന വലിയൊരു ഭരണാധികാരി. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഈച്ച ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കുറേ നേരം ഈച്ച പിടിക്കുന്നു, ഈച്ച കിട്ടുന്നില്ല, ഈച്ച ഇങ്ങനെ ഇങ്ങനെ പാറി പോവാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇറിറ്റേഷൻ ആയപ്പോൾ, നമുക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ ആവില്ല, ഈച്ച ഇങ്ങനെ പാറുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ആവുമല്ലോ. അപ്പോൾ ആൾ ദേഷ്യം വന്നിട്ട് ആളുടെ അടുത്തുള്ള ഇസ്ലാമിക പണ്ഡിതനോട് ആൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പടച്ചോൻ ഈച്ചനെ സൃഷ്ടിച്ചത്, എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ പണ്ഡിതൻ തിരിച്ചുത്തരം പറഞ്ഞത്, നിങ്ങളെപ്പോലുള്ള വലിയ ഭരണാധികാരികൾക്ക് നിങ്ങൾ നിസ്സാരമാണെന്ന്, ഒരു ഈച്ചനെ പോലും നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കില്ല, ഈച്ചനെ മുന്നിൽ പോലും നിങ്ങൾ തോറ്റു പോകുന്നു എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയായിരിക്കാം അള്ളാഹു ഈച്ചയെ സൃഷ്ടിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കണം. അതൊരു മോറലായിട്ടുള്ള അതൊരു നല്ലൊരു റിപ്ലൈ ആണത്. ഒരു തമാശ രൂപമാണെങ്കിലും അതിന് നല്ല അർത്ഥം വരുന്നുണ്ടല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അല്ലാതെയും നമുക്കിതൊന്ന് പല അർത്ഥങ്ങളും പല ഉപയോഗങ്ങളും എടുത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മളുടെ കാണുന്ന കണ്ണിനനുസരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, ഓരോ കാര്യങ്ങൾ നമ്മളെങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇദ്ദേഹം പറയുന്നൊരു വാദം, അള്ളാഹു ഓൾ നോവിങ് അല്ല, ദൈവം ഓൾ നോവിങ് അല്ല, എല്ലാം അറിയുന്നവനല്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ആ പറഞ്ഞ കാര്യം തന്നെയാണ് അള്ളാഹു ഓൾ നോവിങ് ആണെന്നതിൻ്റെ ഒരു തെളിവ്. ഈ ഒരു വാദം ഇങ്ങനെ കൊതുകിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ജീവികളെ കുറിച്ച്, ഇവരെ സൃഷ്ടിച്ചത് എന്തിനാണ്, ഇവരെയൊക്കെ എന്തിനാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴുള്ള നാസ്തികരോ ഈ സ്വതന്ത്ര ചിന്തകരോ ഒന്നും അല്ല ചിന്തിച്ചുണ്ടാക്കിയിട്ടുള്ളത്. പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന സത്യനിഷേധികളായ ആളുകൾ റസൂലിനോടൊന്ന് ചോദിച്ചിരുന്നു, ഈ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു ആണ് ഗ്രന്ഥം ഇറക്കിയതെന്ന് പറയുകയും, ആ ഗ്രന്ഥത്തിനകത്ത് ഈ ഉറുമ്പിനെ കുറിച്ച്, ഈ തേനീച്ചയെക്കുറിച്ച്, ഈ കൊതുകിനെ കുറിച്ചൊക്കെ എന്തിനാണ് പറയുന്നത്, എട്ടുകാലിയെക്കുറിച്ചൊക്കെ പറയുന്നത് എന്തിനാണ്, ഇതിനെക്കുറിച്ചൊക്കെ എന്തിനു പറയുന്നു, ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? അതായത് മൈത്രേയൻ പറയുന്നതിന് വേറൊരു രീതി, മൈത്രേയൻ പറയുന്നത് എന്താ, അള്ളാഹു എന്തിനാണ് കൊതുകിനെ സൃഷ്ടിച്ചെന്നുള്ളതാണ്. അതേപോലെ അവർ ചോദിക്കുക, അതേപോലെ തന്നെ അതിന് ഈക്വലായ രീതി അവർ ചോദിക്കുകയാണ്, എന്തിനാണ് അള്ളാഹു ഖുർആനിൽ ഈ കൊതുകിനെ കുറിച്ചും ഈച്ചയെ കുറിച്ചൊക്കെ പറയുന്നതെന്ന് അവർ ചോദിക്കുകയാണ്. അപ്പം അതിന് ഉത്തരമായിട്ട് അള്ളാഹു പറയുന്നത് കാണാൻ സാധിക്കും, ഏതൊരു വസ്തുവിനെയും ഉപമയാക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുകയില്ല, തീർച്ച അതൊരു കൊതുകോ അതിലുപരി നിസ്സാരമോ ആകട്ടെ. അതായത് ഏറ്റവും നിസ്സാരമായി നിങ്ങൾ കരുതുന്ന കൊതുകായിക്കോട്ടെ,
ഇനി നിങ്ങൾ കണ്ടെത്താത്ത അതിനേക്കാൾ നിസ്സാരമായ ജീവിജാലങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിനെ ഉപമയാക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ലജ്ജയില്ല. അന്നുള്ള സത്യനിഷേധത്തിൽ ഒരു പക്ഷേ കൊതുകിനെ കാണുമ്പോൾ കൊതുക് എത്ര ചെറിയ ജീവിയല്ലേ, ഇതിനൊക്കെ പിടിച്ചിട്ട് എന്തിനാണ് ഖുറാനി പറയുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും ഒരു ഗുണമില്ലാത്ത ജീവിയാണ്, അവരെ അറിവില്ലായ്മ കാരണം അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം കാരണം അവരാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് അള്ളാഹു പറയാം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സൃഷ്ടിയാണ് കൊതുക് അല്ലേ, നമ്മളെ സൃഷ്ടിച്ച പോലെ അള്ളാഹു സൃഷ്ടിച്ച മറ്റൊരു സൃഷ്ടിയാണ് കൊതുക്. അത് ഹൈലി പെർഫെക്റ്റ് ഡിസൈനിങ്ങോട് കൂടിയിട്ട് നമുക്ക് പഠിച്ചാലും തീരാത്തത്ര കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള കൊതുകുന്ന ജീവിനെ കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ആളുകൾ വന്നിട്ട് പറയാണ് എന്തിനാ അള്ളാഹു കൊതുകിനെ ഉപമയാക്കിയതെന്ന്. അള്ളാഹു വീണ്ടും പറയാണ്, എന്നാൽ വിശ്വാസികൾക്ക് അത് തങ്ങളുടെ നാഥൻ്റെ പക്കൽ നിന്നുള്ള സത്യമാണെന്ന് ബോധ്യപ്പെടുന്നതാണ്. അതായത് ഇങ്ങനെയുള്ള ഉപമകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളെ കൊതുകിൻ്റെയും ഈച്ചയുടെയും എലിയുടെയും തവളയുടെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇതിൻ്റെ സൃഷ്ടിപ്പുകൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് അള്ളാഹു ഖുർആനിൽ അത് എടുത്ത് പറയുന്നത് കാണുന്ന സമയത്ത് വിശ്വാസികളെ ആൾക്കാർ ചിന്തിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, നീ എത്ര പരിശുദ്ധൻ, നീ ആ ജീവജാലങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, നീ അവരെ സൃഷ്ടിച്ചിരിക്കുന്നു, ക്രമീകരിച്ചിരിക്കുന്നു, നമ്മളത് പഠിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ അത്ഭുതപ്പെടുകയാണ് നിൻ്റെ ആ ഒരു കഴിവ് ആലോചിച്ചിട്ട്. അത്രത്തോളം നമുക്ക് അത്രത്തോളം ഹൃദയത്തിൽ തട്ടും. പക്ഷെ നേരെ മറിച്ച് അള്ളാഹു വീണ്ടും പറയാണ്, സത്യനിഷേധികളായിക്കോട്ടെ ഈ ഉപമ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ചെയ്യുക. സത്യനിഷേധികളായ ആൾക്കാർ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആൾക്കാർ, അവരെന്താ പറയുക, എന്തിനാണ് അള്ളാഹു ഇവരെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുക. അതായത് മൈത്രേയൻ ചോദിച്ച അതേ ചോദ്യം അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുക സത്യനിഷേധികൾ എന്നുള്ളത് അള്ളാഹു ഓൾറെഡി ഞങ്ങളെ അറിയിച്ചു തന്ന കാര്യം തന്നെയാണ്. അന്ന് റസൂലിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന സത്യനിഷേധികളായ ആൾക്കാർ ചോദിച്ചിട്ടുമുണ്ട്, അതിന് ഉത്തരമായിട്ട് അള്ളാഹു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും കേൾക്കുക. അങ്ങനെ ആ ഉപമ നിമിത്തം ധാരാളം ആളുകൾ അവൻ പിഴവിലാക്കുന്നു. ഇങ്ങനെ കാണുന്ന സമയത്ത് കുറേ ആൾക്കാർ നേർവഴിയിലാവും. കുറേ എണ്ണം ഇങ്ങനെ ഈ കൊതിനെ കുറിച്ച് എന്തിനാ അള്ളാഹു ഖുർആനിൽ പറയുന്നത്, ഈ കൊതിനെ അള്ളാഹു ഇതിനെ സൃഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ട് അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ആലോചിച്ച് കുറേ ബേജാറായിട്ട് കുറേ ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ കുറേ എണ്ണം വഴികേടിലായി പോവുകയും ചെയ്യും അല്ലേ. ഇനി അള്ളാഹു പറയുന്ന ഒറ്റ കാര്യമാണ്, അധർമ്മകാരികളല്ലാത്ത ആരെയും അത് നിമിത്തം പിഴപ്പിക്കുകയില്ല. അധർമ്മകാരികളായ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പിഴവിലാകുള്ളൂ. ആരാണ് അധർമ്മകാരികളെന്ന് അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, നമുക്കതുകൂടി വായിക്കാം. അള്ളാഹുവിൻ്റെ ഉത്തരവ് അവൻ ശക്തിയുക്തം നൽകിയതിനു ശേഷം അതിന് വിപരീതം പ്രവർത്തിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കുവാൻ കൽപ്പിച്ചതിനെ മുറിച്ച് വേർപ്പെടുത്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരത്രേ അവർ അധർമ്മകാരികൾ. ആര്? കുടുംബബന്ധം തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ. അള്ളാഹുവിൻ്റെ ഉത്തരവ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഉത്തരവ് സ്വീകരിക്കാതെ അതിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇവരാണ് അധർമ്മകാരികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലേ, കുടുംബബന്ധം വേണ്ട, കുടുംബം പഴയ മോഡൽ സംഭവമാണ്, കുടുംബം തകർക്കപ്പെടണം. അതേപോലെ അച്ഛൻ മകൾ, ഭർത്താവ് ഭാര്യ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും വേണ്ട, അതിനൊന്നും ഒരു വിലയില്ല, അതൊന്നും ഒരു ഗുണമില്ലാത്ത കാര്യങ്ങൾ, അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടാണ്, ആധുനിക മനുഷ്യന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ, അത്തരം ആളുകളാണ് ഈ അധർമ്മകാരികൾ. അവരാണ് പിഴവിലാകുക. അവർക്കാണ് ആ ഡൗട്ട് വരിക, എന്തുകൊണ്ട് അള്ളാഹു കൊതിനെ സൃഷ്ടിച്ചു, എന്തുകൊണ്ട് അള്ളാഹു ഈച്ച സൃഷ്ടിച്ചു എന്നുള്ള ഡൗട്ട് വരിക അവർക്കാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ. ഇനി നമുക്ക് ഒരു ആയത്തോട് നോക്കാം. അതിൽ അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? ഒരു ചോദ്യമാണത്. നിങ്ങൾക്ക് എങ്ങനെ, ഒരു നിരീശ്വരവാദി അള്ളാഹ് ചോദിക്കണം, ഒരു സത്യനിഷേധം അള്ളാഹ് ചോദിക്കണം, നിനക്ക് എങ്ങനെയാണ് അള്ളാഹു ഇല്ല എന്ന് പറയാൻ സാധിക്കുന്നത്? എന്ത് ലോജിക്കലായിട്ട് എന്ത് കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്ന അവസ്ഥയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. നിർജീവമായിരുന്ന അവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ ഒന്നുമല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ, ആ അവസ്ഥയ്ക്ക് ശേഷം അള്ളാഹു നമ്മളെ ജീവൻ നൽകിയിട്ട് നമ്മളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഒരു ലൈഫ് കിട്ടിയിട്ട്, ഈ ഒരു ജീവിതം കിട്ടിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള സാധനം ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ബ്ലഡിന് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ കണ്ണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കണ്ണിനെക്കുറിച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അതിനെക്കുറിച്ച് കുറേ ചിന്തിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് കണ്ണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം അടങ്ങി നമുക്ക് ജീവൻ നൽകി നമ്മളതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാണ് ഇതൊക്കെ തന്നെ പൊട്ടിമുളച്ചുണ്ടായതാണ്, ഇതൊരു പിന്നിലൊരു ഡിസൈനറിൻ്റെ ആവശ്യമില്ല, ഒരു ബുദ്ധിയുള്ള ഒരു ഇൻ്റലിജൻറ്റിൻ്റെ ആവശ്യം പിറകിലില്ല, ഇതൊക്കെ തന്നെത്താനെ പൊട്ടിമുളച്ചുണ്ടാവും എന്ന് പറയാൻ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതെന്ന് അള്ളാഹു ചോദിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ മറ്റൊരു കാര്യമാണ്, എന്തിനാണ് പുള്ളിക്കാരനെ സൃഷ്ടിച്ചത് എന്നുള്ളത്. അത് നമുക്ക് മൊത്തത്തിൽ മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ്. അപ്പം അതാണ് ഉത്തരം. അതായത് എല്ലാ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളൊരു പർപ്പസോട് കൂടി. അപ്പം നമ്മുടെ ജോലി എന്താ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവന് കീഴൊതുങ്ങി നിൽക്കുക, അവൻ പറയുന്ന നിയമങ്ങൾ അംഗീകരിക്കുക, അനുസരിക്കുക എന്നുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഖുർആനിലേക്ക് മടങ്ങാനും ഇത് പഠിക്കാനും കൂടുതൽ ഖുർആനിലെ ആഴത്തിലേക്ക് മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കത് യൂസ്ഫുൾ ആണ്. ആ ഒരു ഗുണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. എന്തായാലും വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.